മച്ചന്മാർ നമ്മുടെ റിങ്ങും അതുപോലെ നമ്മുടെ അലിഗേറ്റർ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മളിതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ട്യൂബും കാറിലൊക്കെ ഒന്ന് ഇട്ട് ഇതിനകത്ത് വെള്ളം കുറച്ച് പമ്പ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ നേരെ അലിഗേറ്റർ ടാങ്കിലേക്ക് പോയി അതൊന്ന് വൃത്തിയാക്കി വരുമ്പോഴത്തേക്കിനും ഇതിലെ വെള്ളം ഏകദേശമൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. പിന്നെ ബാക്കി കോരിക്കളഞ്ഞ് നമുക്ക് സെറ്റാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിൽ നമ്മുടെ ക്യാറ്റ് ഫിഷാണ്, നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷാണ്. അതുപോലെ കുറച്ച് ചെറിയ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് ഉണ്ട്. ഇതിൽ കിടന്ന കുറച്ച് വലിയ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷിനെ നമ്മുടെ മോഷൻ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു റിങ്ങാണ് കേട്ടോ, ഒറ്റ റിങ് മാത്രമാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് കുറച്ച് കോൺക്രീറ്റൊക്കെ ഇട്ട് കുറച്ച് സൈസ് കാര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അലിഗേറ്ററിൻ്റെ ടാങ്ക്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് കലയും കിടക്കുകയാണ്. ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് വൃത്തിയിടാവാതിരിക്കുമുണ്ട്. പിന്നെ ഇത് ആൽഗയല്ല കേട്ടോ, നമ്മുടെ ക്യാമറ ഇങ്ങനെ എടുത്തപ്പം പെട്ടെന്ന് ആ ഒരു കളറാട്ടിനെ കിട്ടിയതാണ്. അത് ആൽഗയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അത്യാവശ്യം കുറച്ച് എണ്ണ വഴുകുമല്ല കിടപ്പുണ്ട്. നമ്മൾ മാക്സിമം ഫുഡ് കഴിവേണ്ടി കൊടുക്കുന്നത്. പിന്നെ ഇവർ നമ്മുടെ നമ്മുടെ മുന്നത്തെ നമ്മുടെ ആഫ്രിക്കനല്ല അലിഗേറ്ററിനെ കാരണം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇവർ അത്യാവശ്യം ഫുഡും കാര്യങ്ങളും കഴിച്ചതിന് ശേഷം തിരിച്ച് തുപ്പുന്ന ഒരു പതിവും കാറിലൊക്കെ ഉണ്ട്. അതെന്താ നമുക്ക് അറിയത്തില്ല. അത്യാവശ്യം ടാങ്ക് പെട്ടെന്ന് വൃത്തിയിടാവുന്നുണ്ട്. പിന്നെ ഫുഡ് എടുക്കുകയും കാലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്രയും ഫാസ്റ്റും കാര്യങ്ങളൊന്നും അല്ല, എപ്പോഴും കിട്ടുന്നതുകൊണ്ടായിരിക്കാം. നമ്മൾ കുറച്ച് വേസ്റ്റും കാലൊക്കെ ഇങ്ങനെ കോരി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു 70-80% വെള്ളം മാറ്റാൻ ആയിരുന്നു. പക്ഷേ അവസാനം ഞാൻ ഈ വെള്ളം മുഴുവനായിട്ട് മാറ്റി ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാണ്. ഒരുപാട് നമ്മൾ തൂത്തുരച്ച് കഴിയുന്നൊന്നും ഇല്ല, കാരണം ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ തന്നെ ഇവരെ ഒന്ന് മാറ്റാനുള്ളതാണ് ഇതിനകത്തുനിന്ന്. കാരണം ഇവർക്ക് അത്യാവശ്യം സൈസും കാറിലൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഒന്ന് വളയാനോ തിരിയാനോ ഓടിയാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഈ ടാങ്ക് വലിയ വലിപ്പമുള്ള ടാങ്കൊന്നും അല്ല, അത്യാവശ്യം ചെറിയൊരു ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വെള്ളം നമ്മൾ ഏകദേശം ഒരു 90% മുകളിൽ നമ്മൾ വെള്ളം ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം കൊണ്ട് കോരി കളഞ്ഞതിന് ശേഷം വെള്ളവും കാലൊക്കെ നിറച്ച് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ കൊണ്ടുവന്ന സമയത്ത് നല്ല ചെറുതായിരുന്നു. അപ്പോൾ നമ്മുടെ മുന്നത്തെ ഷോർട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം നല്ല രീതിയിൽ മെലിഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഇവർ ഈ ലെവലൊക്കെ വരുമെന്ന് നമുക്ക് വലിയൊരു ധാരണ ഇല്ലായിരുന്നു, കാരണം ഫുഡൊക്കെ എടുക്കുന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടൊരു അത്യാവശ്യം 6 സമയം ഫുഡും കാറിലൊക്കെ എടുത്ത് ഈ ഒരു സൈസിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ വാങ്ങിച്ച അലിഗേറ്റർ നമുക്ക് കിട്ടിയപ്പം കുറച്ചുകൂടി സൈസും കാറിലൊക്കെ ഉണ്ടായിരുന്നു. ഈ സൈസല്ല, ബേബി ടൈപ്പ് ആയിരുന്നെങ്കിൽ പോലും അത്യാവശ്യം കുറച്ച് തടിയും കാറിലൊക്കെ ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്നായിരുന്നു, ഏകദേശം ഒരു 7-8 മാസങ്ങൾ കൊണ്ട് തന്നെ നല്ല സൈസും കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ അത്രത്തോളം ആയിട്ടില്ല. ഇവർക്ക് കുറച്ചും കൂടെ ഫുഡും കാലൊക്കെ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കൊള്ളേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പട്ടിണി ഉണ്ടാറില്ല എന്നാലും. പിന്നെ അത്യാവശ്യം നമുക്ക് മീൻ കിട്ടാത്ത സമയത്ത് നമ്മൾ കുറച്ച് ദിവസം ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് വളരെ കുറച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം മീനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കെമിക്കലും കാലൊക്കെ അടിച്ച് വരുന്നതായിരുന്നേ. അപ്പോൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പണി കിട്ടും. അപ്പം കുറച്ച് ഫുഡും കാലൊക്കെ കുറച്ച് കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റിങ്ങിലേക്ക് പോയപ്പോഴത്തേക്കിനും റിങ്ങിലിപ്പം ഉള്ള ദ്യൂമാർ മാത്രമാണ്. ഒരു 5 ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷും അതുപോലെ തന്നെ 3 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുമാണ്. അപ്പോൾ ഞാൻ അതിനകത്തൊരു 5 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് അത്യാവശ്യം കുറച്ചൊരു 10-12 ഉണ്ടായിരുന്നു. അതിനകത്ത് സൈസായ അവന്മാരൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അവന്മാരെ മാറ്റിയിട്ടതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു 5 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും അതുപോലെ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷുമാണ് നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിയപ്പം 3 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് മാത്രമേ ഉള്ളൂ. ബാക്കി 2 മിസ്സിംഗ് ആണ്. കാരണം ഇവർ അറ്റാക്ക് ചെയ്തതല്ല, ഇവർ അറ്റാക്ക് ചെയ്തായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒരു വേസ്റ്റ് കണ്ടാണ്. പക്ഷേ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് നമ്മുടെ എറണാകുളമൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, കൊച്ചി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉരുൾപൊട്ടുന്ന സമയം കാലൊക്കെ ആയിരുന്നു. നമുക്കിവിടെ ഉരുൾപൊട്ടുന്ന പ്രശ്നമൊന്നുമില്ല, എങ്കിൽ പോലും മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നിറഞ്ഞ് ചെറിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പുറത്ത് പോയതാണോ എന്നൊരു സംശയമുണ്ട്. കാക്ക വല്ലതും കൊത്തിക്കൊണ്ട് പോയാണെന്നും അറിയത്തില്ല. പക്ഷേ ഇവർ കഴിച്ചതാണെന്ന് തോന്നില്ല. ഇവർ കഴിച്ചതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ടാങ്കും കാലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയും കാലൊക്കെ ആക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ പൊടിയും ഒക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ മോഷൻ ടാങ്ക്. അപ്പോൾ ഈ ഒരു ടാങ്ക് ഇപ്പോഴും നമ്മൾ ക്ലീൻ ആക്കുന്ന പരിപാടി നടക്കത്തില്ല, കാരണം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. 4000 ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയൊരു ടാങ്കാണ്. അപ്പോൾ 4 ലിറ്റർ വെള്ളം ഇപ്പോൾ അതിനകത്തില്ല. എന്നാൽ നമുക്ക് ഇത് വെള്ളം മാറ്റുവാണെങ്കിൽ അത്യാവശ്യം നല്ല എമണ്ടൻ സൈസുള്ള കുറച്ച് മുഷിയും ഷാർക്കിനെയും കാണാൻ പറ്റും. ഷാർക്ക് കുഴപ്പമില്ല, പക്ഷേ മുഷി അത്യാവശ്യം സൈസും കാലൊക്കെ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വ്യക്തമായി